Dear students, from this video onwards, we are going to discuss the different visible surface detection algorithms. So mainly നമുക്ക് 5 algorithms ആണ് പഠിക്കാനുള്ളത്. ബാക്ക് ഫേസ് റിമൂവൽ. ബാക്ക് ഫേസ് മീൻസ് ഹിഡൻ ഫേസ്. ഹിഡൻ ഫേസിനെ ഡിറ്റക്ട് ചെയ്ത് തന്നെ റിമൂവ് ചെയ്യുക. ഡെപ്ത് ബഫർ ഓർ ഇസഡ് ബഫർ അൽഗോരിതം, എ ബഫർ അൽഗോരിതം, ഡെപ്ത് സോർട്ടിംഗ് അൽഗോരിതം, സ്കാൻ ലൈൻ മെത്തേഡ് ഓർ സ്കാൻ ലൈൻ അൽഗോരിതം. Okay, so the first one is back face detection and removal algorithm. Here it's an example of object space method, and it detects the back faces, that is hidden faces or invisible faces, then eliminate it and make visible the remaining visible surfaces. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഹാവിങ് വാല്യൂസ് എക്സ് വൈ ഇസഡ്. ദെൻ ഒരു പോളിഗൺ സർഫസ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. ആ പ്ലെയിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കോഎഫിഷ്യൻസ് ആണ് എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഹാവിങ് സം കോഎഫിഷ്യൻസ് എ, ബി, സി ആൻഡ് ഇസഡ്. ദെൻ നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യുക, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഇ സെഡ് പ്ലസ് ഡി ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ആ എ എസ് പ്ലസ് ബി വൈ പ്ലസ് ഇ സെഡ് പ്ലസ് ഡി വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ that means a point is inside a polygon surface. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ പോളിഗൺ സർഫസ് ആണ്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ പോളിഗൺ സർഫസ് എങ്കിൽ ഇൻസൈഡ് ആണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഇനി വെൻ ആൻ ഇൻസൈഡ് പോയിന്റ് ഈസ് എലോങ് ദ ലൈൻ ഓഫ് ദ സൈഡ് ഓഫ് ദ സർഫസ്, നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, അതായത് നമ്മുടെ വ്യൂവിങ് ഡയറക്ഷൻ ഇതാണെങ്കിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. Okay, if the point is inside point is along the line of sight to the surface, അതായത് നമുക്ക് നമ്മൾ വ്യൂ ചെയ്യുന്ന ആ ഡയറക്ഷൻ എലോങ് ആയിട്ടാണ് ഈ പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് ഈ പോയിന്റ് കാണാൻ പറ്റുമെങ്കിൽ അതിനർത്ഥം ഇതൊരു ബാക്ക് ഫേസ് ആണ്. ഇനി ഇൻ കേസ് നമുക്ക് ഈ പോയിന്റ് കാണാൻ പറ്റില്ലെങ്കിൽ അതിനർത്ഥം ഇതൊരു വിസിബിൾ സർഫസ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലി നമുക്ക് ഒരു ഒരു പോളിഗൺ ഫേസ് ബാക്ക് ഫേസ് ആണോ ഇല്ലെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, ദെൻ നമ്മൾ പോളിഗൺ സർഫസിലെ കോഎഫിഷ്യൻസ് കൺസിഡർ ഇക്വേഷൻ യൂസ് ചെയ്യുക, ലെസ് ദാൻ 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് പോയിന്റ് ഇൻസൈഡ് ആണ്. ഇനി ലൈൻ ഓഫ് സൈറ്റിന് എലോങ് ആയിട്ട് നമുക്ക് ആ പോയിന്റിനെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബാക്ക് ഫേസ് ഒരു ഹിഡൻ ഫേസ് ഇൻവിസിബിൾ സർഫസ് ആയിരിക്കും. പോയിന്റിനെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു വിസിബിൾ സർഫസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ഈസ്, അപ്പോൾ ഇവിടെ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പോയിന്റ് എടുക്കുക, അതിൻ്റെ എക്സ് വൈ സെഡ് വാല്യൂസ് എടുക്കുക, ദെൻ നമ്മുടെ പ്ലെയിനിൻ്റെ എ ബി സി ഡി കോഎഫിഷ്യൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഇൻസൈഡ് ആണെങ്കിലും ലൈൻ ഓഫ് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് വേണം അത് നമുക്ക് ബാക്ക് ഫേസ് ആണോ ഇല്ലെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ വി ക്യാൻ സിംപ്ലിഫൈ ദ മെത്തേഡ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് നമ്മളിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം ബൈ കൺസിഡറിങ് എ നോർമൽ വെക്റ്റർ ഇൻ ടു ദ പോളിഗൺ സർഫസ് ദാറ്റ് വി കൺസിഡർ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോളിഗൺ സർഫസിന് നോർമലായിട്ടൊരു വെക്റ്റർ കൺസിഡർ ചെയ്യുക എൻ. ഓക്കെ, ദെൻ നമ്മുടെ വ്യൂവിങ് ഡയറക്ഷൻ അഗൻസ്റ്റ് ആയിട്ട് ഒരു വെക്റ്റർ കൺസിഡർ ചെയ്യുക വി. സോ എന്നിൻ്റെ കോഎഫിഷ്യൻ മീൻസ് എ ബി സി ആയിരിക്കും. നമ്മൾ ഒരു പോളിഗൺ സർഫസ് ഉണ്ട്, നമ്മുടെ ആ പോളിഗൺ സർഫസിന് നോർമലായിട്ട് ഒരു വെക്റ്റർ എൻ കൺസിഡർ ചെയ്യുക, അതിൻ്റെ കോഎഫിഷ്യൻസ് ഓർ കമ്പോണൻറ്റ്സ് എ ബി സി. ഇനി നമ്മുടെ വ്യൂവിങ് ഡയറക്ഷൻ അഗൻസ്റ്റ് ആയിട്ടൊരു വെക്റ്റർ കൺസിഡർ ചെയ്യുക, അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ആയിരിക്കും. ഓക്കെ, സോ വി ഡോട്ട് എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോളിഗൺ ഫേസ് എന്ന് പറയുന്നത് ബാക്ക് ഫേസ് ആണ്. വി ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? നമ്മുടെ വി ഡോട്ട് എൻ എന്ന് പറയുമ്പോൾ വിയുടേത് എക്സ് വൈ ഇസഡും എന്നിൻ്റെത് എ ബി സിയും. സോ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? വി ഡോട്ട് 10 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതൊരു ബാക്ക് ഫേസ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോളിഗൺ സർഫസ് ഒരു ബാക്ക് ഫേസ് ആണ്. ഇനി ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുവാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ എന്നിൻ്റെ വാല്യൂ എ ബി സി, ദെൻ വി ഇസഡിൻ്റെ വാല്യൂ എക്സ് വൈ ഇസഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വ്യൂവിങ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആക്സിസിന് എലോങ് ആയിട്ടായിരിക്കും. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഓർ ഇസഡ് ആക്സിസ്. മോസ്റ്റ് പ്രോബബ്ലി ഇസഡ് ആക്സിസിന് എലോങ് ആയിട്ടായിരിക്കും. ഇസഡ് ആക്സിസിന് എലോങ് ആയിട്ടാണ് നമ്മുടെ വ്യൂവിങ് ഡയറക്ഷനിലെങ്കിൽ ഇവിടെ എക്സ് വാല്യൂ 0 ആയിരിക്കും, വൈ വാല്യൂ 0 ആയിരിക്കും. സോ അതായത് വിയുടെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 0 0 വി ഇസഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 0 വി ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ
എ എക്സ് എന്ന് പറയുന്നതും 0 ആവും, ബി വൈ എന്ന് പറയുന്നതും 0 ആവും. സോ ഓൺലി റിമെയിൻസ് സി ഇസഡ്. ഓക്കെ, അല്ലെങ്കിൽ വി ഇസഡ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ വി ഡോട്ട് എൻ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം നോക്കിയാൽ മതി? ഇസഡ് ഡോട്ട് സി അല്ലെങ്കിൽ വി ഇസഡ് ഡോട്ട് സി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് മാത്രം നോക്കിയാൽ മതി. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഇഫ് ദ വ്യൂവിംഗ് ഡയറക്ഷൻ ഈസ് പാരലൽ ടു വ്യൂവിംഗ് ഇസഡ് ആക്സിസ്, then v equal to 0 0 vz, so that it only needs to consider the sign of c in the component of the normal vector, that is v dot n equal to v dot c. v dot c മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ്റെ ഒരു ഡ്രോബാക്ക്, ടൈം പ്രോസസ്സിങ് ഡ്രോബാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഇങ്ങനൊരു മെത്തേഡ്. രണ്ട് വെക്ടേഴ്സിനെ എടുത്തിട്ട് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കുക. അതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ വ്യൂവിംഗ് ഡയറക്ഷൻ ഇസഡ് ആക്സിസിന് അലോങ് ആണെങ്കിൽ വി ഇസഡ് ഡോട്ട് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫേസ് എന്ന് പറയുന്നത് ബാക്ക് ഫേസ് ആയിരിക്കും. ഇനി ഇതിനെ കുറച്ചും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇനി റൈറ്റ് ഹാൻഡഡ് വ്യൂവിംഗ് സിസ്റ്റം, നമ്മുടെ വ്യൂവിംഗ് സിസ്റ്റം റൈറ്റ് ഹാൻഡഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹിയർ ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡഡ് മീൻസ് വ്യൂവിംഗ് ഡയറക്ഷൻ ഈസ് അലോങ് നെഗറ്റീവ് ഇസഡ് ആക്സിസ്. സോ ആ കേസിൽ വി ഇസഡിൻ്റെ വാല്യൂ -1 ആയിരിക്കും. നമുക്ക് വേണ്ടത് വി ഇസഡ് ഡോട്ട് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ഈ ഹോൾ വാല്യൂ പോസിറ്റീവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വി ഇസഡ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഹോൾ വാല്യൂ പോസിറ്റീവ് ആവണമെങ്കിൽ സിയുടെ വാല്യൂ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് സിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കണം. ഓക്കെ, സോ in a right-handed viewing system with viewing direction along negative z axis, that is vz equal to 1, the polygon must be a back face if and only if, polygon is a back face if and only if c also negative, that is c less than 0. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുവാണ്. റൈറ്റ് ഹാൻഡഡ് വ്യൂവിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സിയുടെ വാല്യൂ വി ഇസഡിൻ്റെ വാല്യൂ -1 ആയിരുന്നതുകൊണ്ട് സിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ബാക്ക് ഫേസ് എന്ന് പറയാൻ പറ്റൂ. ഇനി ലെഫ്റ്റ് ഹാൻഡഡ് വ്യൂവിംഗ് കേസിൻ്റെ കേസിൽ വി ഇസഡിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. ദാറ്റ് ഇസ് എ പോസിറ്റീവ് വാല്യൂ. സോ വി ഇസഡ് ഡോട്ട് സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കത് വി ഇസഡ് ഡോട്ട് സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? വി ഇസഡ് ഡോട്ട് സി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0. വി ഇസഡ് ഡോട്ട് സി ഗ്രേറ്റർ ദാൻ 0 ആണ്. വി ഇസഡ് 1 ആണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സിയുടെ വാല്യൂവും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. സി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ ഇൻ ബോത്ത് കേസസ് സി ഈക്വൽ ടു 0. രണ്ട് കേസിലും സിയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ഫേസ് തന്നെ ആയിരിക്കും. സോ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇനി റൈറ്റ് ഹാൻഡഡ് വ്യൂവിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? സിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ദെൻ ലെഫ്റ്റ് ഹാൻഡഡ് വ്യൂവിംഗ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ആണെങ്കിൽ അതൊരു ബാക്ക് ഫേസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓക്കെ, സോ ഇനിഷ്യലി നമ്മൾ പറഞ്ഞത് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിന്റ് ഇൻസൈഡ് ആണെന്ന് നോക്കുക. ദെൻ പോയിന്റ് ഇൻസൈഡ് ആണെങ്കിൽ നമ്മുടെ വ്യൂവിംഗ് ഡയറക്ഷൻ വെച്ച് പോയിന്റ് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഫേസ് ആയിരിക്കും. പോയിന്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സർഫസ് ബാക്ക് ഫേസ് ആയിരിക്കത്തില്ല, വിസിബിൾ ആയിരിക്കും. ഇനി അതിനെ കുറച്ചും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തത് നമ്മൾ പോളിഗൺ സർഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോർമൽ വെക്ടർ കൺസിഡർ ചെയ്യുക, വ്യൂവിംഗ് ഡയറക്ഷൻ അലോങ് ആയിട്ടും വെക്ടർ കൺസിഡർ ചെയ്യുക. ദെൻ വി ഡോട്ട് എൻ ഡോട്ട് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കുക. ഇനി അതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നത് നമ്മൾ വ്യൂവിംഗ് ഡയറക്ഷൻ അലോങ് ഇസഡ് ആക്സിസ് ആയിരിക്കും. സോ വി എന്ന് പറയുന്ന വെക്ടറിൽ ഓൺലി ഇസഡ് ആക്സിസ് മാത്രമേ ഉള്ളൂ വാല്യൂ, ബാക്കി എക്സ് വൈ എല്ലാം 0 ആയിരിക്കും. സോ വി ഇസഡ് ഡോട്ട് സി, അതായത് എന്നിൻ്റെ എയും ബിയും എക്സിൻ്റെ കൂടെയും വൈൻ്റെ കൂടെയും ചേരുമ്പോൾ 0 എന്നിട്ട് 0 പോവും. സോ റിമെയിൻ ചെയ്യുന്ന സി മാത്രമാണ്. സോ വി ഇസഡ് ഡോട്ട് സി ഗ്രേറ്റർ ദാൻ 0 എന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം സിയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. സോ ദെൻ ലെഫ്റ്റ് ഹാൻഡ് സിസ്റ്റം സിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. സോ നമുക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഫോർ എ പോളിഗൺ സർഫസ് ടു ബി ബാക്ക് ഫേസ്, ഒരു പോളിഗൺ സർഫസ് ബാക്ക് ഫേസ് ആകണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് വ്യൂവിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ സിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കണം. റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിൽ സിയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് കേസിൽ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബാക്ക് ഫേസ് റിമൂവൽ. ഓക്കെ, താങ്ക് യു.